Hi friends, welcome back to Agora, an open space to study. KTUവിന്റെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 1 എന്നൊരു സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 3ലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി ബീംസിനെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക് കൂടിയാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആദ്യം തന്നെ ടി ബീംസ് എന്താണെന്ന് നോക്കാം. ടി ബീംസ് എന്ന് പറയുന്നത് സ്ലാബും ബീമും മോണോലിത്തിക് ആയിട്ട് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ബീമിനെയാണ് ടി ബീംസ് എന്ന് പറയുന്നത്. അതായത് സ്ലാബും ബീമും ഒരുമിച്ചായിരിക്കും ആ ഒരു സ്ട്രക്ചർ നമ്മൾ പണിയുന്നത്. അങ്ങനെയുള്ള ആ ഒരു ബീമിനെയാണ് ടി ബീംസ് എന്ന് പറയുന്നത്. സോ പോർഷൻ ഓഫ് ദി സ്ലാബ് ആക്ട് ഇന്റഗ്രലി വിത്ത് ദ ബീം ആൻഡ് ബെൻഡ്സ് അലോങ് വിത്ത് ദ ബീംസ് അണ്ടർ ദ ലോഡ്. ബീമും സ്ലാബും ഉണ്ടാവും. ആ സ്ലാബിന്റെ പോർഷൻ ബീമിന്റെ പോർഷൻ ആയിട്ട് തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. ബീം ലോഡ് കൊണ്ട് എങ്ങനെയാണോ ബെൻഡ് ചെയ്യുന്നത് ആ സമയം തന്നെ ആ ഒരു സ്ലാബിന്റെ പോർഷനും കൂടി ബീമിന്റെ കൂടെ ബെൻഡ് ചെയ്യും. അതായത് ഇതൊരു സ്ലാബാണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു കണ്ടിന്യൂസ് സ്ലാബാണ്. ഈ ഒരു സ്ലാബില് ഈ കാണിച്ചിരിക്കുന്നത് 3 ബീംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നും ഓരോ സ്ലാബ്. ഇതിൽ ഈ സെന്റർ പോർഷനിൽ തന്നിരിക്കുന്ന ഇതാണ് ടി ബീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ലാബിന്റെ ഒക്കെ എഡ്ജിൽ അവിടെ വരുന്ന ബീമിനെയാണ് എൽ ബീം എന്ന് പറയുന്നത്. രണ്ട് സ്ലാബുകളുടെ ആ ഒരു സെന്റർ പോർഷനിലാണ് ടി ബീം വരുന്നത്. രണ്ട് എൻഡിലും എൽ ബീംസ് ആയിരിക്കും വരിക. അപ്പം ഇതെന്ന് പറയുന്ന ഒരു ബീം പോർഷനും ഈ ഷെയ്ഡഡ് റീജിയനിലെ ഈ ടോപ്പിൽ ഈ കാണിച്ചിരിക്കുന്നത് സ്ലാബിന്റെ പോർഷനും ആയിരിക്കും. ഇത് രണ്ടും നമ്മൾ മോണോലിത്തിക് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ലോഡ് വരുമ്പോൾ ഈ ബീമും ഈ സ്ലാബും ഒരേ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കും അതിന്റെ ബെൻഡിങ് ആക്ഷൻ വരുന്നത്. ഈ സ്ലാബിന്റെ ഒരു പർട്ടിക്കുലർ പോർഷനും കൂടി ഈ ബീമിന്റെ ഒപ്പം ബെൻഡ് ആവുന്നുണ്ട്. ആ ബെൻഡിങ് ഡയഗ്രാം കൂടി നോക്കാം. ഇതാണ് ഒരു ടി ബീമിന്റെ ഇനീഷ്യൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ മുകളിൽ കാണുന്നതാണ് സ്ലാബ്, ഇതാണ് ബീം പോയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ടി ഷേപ്പ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ടി ബീം എന്ന് വിളിക്കുന്നത്. ഇതില് ലോഡ് വരുമ്പോൾ ഈ ബീം എങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നതെന്നാണ് സെക്കൻഡ് ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ബെൻഡഡ് ഷേപ്പ് ഓഫ് ടി ബീമും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബീം ബെൻഡ് ചെയ്യുന്ന ആ സെയിം രീതിയിൽ തന്നെ ഈ സ്ലാബും ഇവിടെ ബെൻഡായി പോകുന്നുണ്ട്. സോ ഇങ്ങനെ ഈ രണ്ട് കൺസ്ട്രക്ഷനും സെയിം ടൈമിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബെൻഡിങ് ഉണ്ടാവുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു ബീമാണ് ടി ബീം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സ്ലാബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എൻഡ് പോർഷനിലെ എൽ ബീമും ബാക്കിയുള്ള പോർഷനിൽ ബീം വരുന്ന പോർഷനിലൊക്കെ ടി ബീം ആയിരിക്കും വരുന്നത്. ആദ്യം തന്നെ ടി ബീംസിലെ കുറച്ച് ടേംസ് നോക്കാം. ആദ്യത്തേതാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഫ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ is the portion of the slab which act integrally with the beam to resist load. ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സ്ലാബിന്റെ പോർഷനെ പറയുന്ന പേരാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബ്രൗൺ കളർ ഷെയ്ഡിൽ കാണിച്ചിട്ടുള്ള ഇതാണ് ടി ബീം എന്ന് പറയുന്നത്. യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് എൽ ബീം. അപ്പം ഇവിടെ ഈ ടോപ്പ് പോർഷനിലെ ഈ സ്ലാബിന്റെ പോർഷനെയാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതാണ് വെബ്. വെബ് എന്ന് പറഞ്ഞാൽ ദ പോർഷൻ ഓഫ് ദ ബീം ബിലോ ദ ഫ്ലാഞ്ച് ഈസ് കോൾഡ് വെബ് ഓർ റിബ്. ഈ ഫ്ലാഞ്ചിന്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു പോർഷൻ പറയുന്നതാണ് വെബ്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് റിബ് എന്ന് പറയുന്നത്. ഇനി ടി ബീംസ്. ടി ബീംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്റർമീഡിയറ്റ് ബീം സപ്പോർട്ടിംഗ് ദ സ്ലാബ്. ഒരു കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ അതിൽ ഇടയ്ക്ക് വരുന്ന ഇന്റർമീഡിയറ്റ് ബീമിനെയാണ് ടി ബീം എന്ന് പറയുന്നത്. ഇനി എൽ ബീം എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് ദ എൻഡ് ബീം ഇൻ സ്ലാബ്. സ്ലാബിന്റെ ഒക്കെ ഏറ്റവും അറ്റത്ത് വരുന്ന ആ ഒരു ബീമിനെയാണ് എൽ ബീം എന്ന് പറയുന്നത്. അതായത് ഇങ്ങോട്ട് സ്ലാബിന്റെ പോർഷൻ ഇല്ല, അവിടെ വെച്ച് ആ സ്ലാബ് എൻഡ് ആവുകയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ബീമിന്റെ പോർഷൻ, ഇതാണ് ഇവിടുത്തെ സ്ലാബിന്റെ പോർഷൻ. സോ ഇങ്ങനെയുള്ള ഒരു ബീമിനെയാണ് എൽ ബീം എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ടി ബീംസിൽ അറിഞ്ഞിരിക്കുന്ന ടേംസ് യൂസ്ഡ് ഇൻ ടി ബീംസ് ആണ്. അതായത് ഇവിടെ നമ്മൾ അനാലിസിസ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ നേരത്തെ ഏതൊക്കെ ടേംസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആദ്യത്തേതാണ് ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് പറയുന്നത്. ബ്രെഡ്ത്ത് ഓഫ് വെബിനെ ഡിനോട്ട് ചെയ്യുന്നത് BW ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോഴും ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് അവിടെ പറയില്ല, BW എന്നായിരിക്കും ചിലപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ബ്രെഡ്ത്ത് ഓഫ് വെബിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് BW എന്ന് പറയുന്നത്. ഇനി എന്താണ് ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് പറയുന്നത്? ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ബീം സപ്പോർട്ടിങ് ദ സ്ലാബ്. സ്ലാബിനെ അവിടെ അടിയിൽ കൊടുക്കുന്ന ബീമിന്റെ വിഡ്ത്തിനെയാണ് ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് പറയുന്നത്. വിഡ്ത്ത് ഓഫ് വെബ് ടു ഡെപ്ത് ഓഫ് വെബിന്റെ ഒരു റേഷ്യോ പറയുന്നുണ്ട്. അതായത് വെബിന്റെ വിഡ്ത്തും അതിന്റെ ഡെപ്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1/3 to 2/3 വരെ വേരി ചെയ്യാം എന്നാണ് കണ്ടീഷൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം ആണ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. തിക്നെസ് ഓഫ് ഫ്ലാഞ്ചിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് DF എന്ന് പറയുന്നത്. അതായത് DF എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് ദ തിക്നെസ് ഓർ ഡെപ്ത് ഓഫ് സ്ലാബ് ഫോമിങ് ദ ഫ്ലാഞ്ച് ഓഫ് ദി ബീം. ആ ഒരു ടീമിലെ ആ ഫ്ലാഞ്ച് പോർഷന്റെ ഡെപ്തിനെയാണ് ടി എഫ് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഒരു ടീമിൽ ഈ ടീമില് ബ്രെഡ്ത്ത് ഓഫ് വെബ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു വിത്തിനെയാണ് BW എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് DF ആണ്. DF എന്ന് പറഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിനെയാണ് DF ഓർ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഓവറോൾ ഡെപ്ത് ഓഫ് ദി ബീം ആണ്. ദാറ്റ് ഈസ് D എന്ന് പറയുന്നതാണ് ഓവറോൾ ഡെപ്ത്. അതെന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ചിന്റെ കൂടെ ഡെപ്ത് ഓഫ് വെബും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ഡെപ്ത് ഓഫ് ബീം കിട്ടും. അതായത് ആ ടി ബീമിന്റെ ടോട്ടൽ ഡെപ്തിനെയാണ് ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത്. സോ തിക്നെസ് ഓഫ് ഫ്ലാഞ്ചിന്റെ കൂടെ ഡെപ്ത് ഓഫ് വെബും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഓവറോൾ ഡെപ്ത് ഓഫ് ബീം. ഇനി ഇതിന് കുറച്ച് കണ്ടീഷൻ കൂടി പറയുന്നുണ്ട് ഓവറോൾ ഡെപ്ത് എടുക്കാനുള്ളതിന്റെ. അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് എങ്കിൽ ഡെപ്ത് ഓഫ് വെബ് എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ഓഫ് വെബ് എന്ന് പറയുന്നത് 1/12 to 1/15 ഓഫ് സ്പാൻ ആണ്. സ്പാനിന്റെ 1/12 തൊട്ട് 1/15 വരെയായിരിക്കും ആ ഒരു ഓവറോൾ ഡെപ്തിന്റെ വാല്യൂ വേരി ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ അവിടെ ലോഡിന് കറസ്പോണ്ടിങ് ആണ് ഈ വാല്യൂ വരുന്നത്. ലൈറ്റ് ലോഡ് ആണ് എങ്കിൽ അതിന്റെ വാല്യൂ വേരി ചെയ്യുന്നത് 1/15 to 1/20 ഓഫ് സ്പാനും, മീഡിയം ലോഡ് ആണ് എങ്കിൽ 1/12 to 1/15 ഓഫ് സ്പാനും, ഹെവി ലോഡിന്റെ കേസിൽ 1/10 to 1/12 ഓഫ് സ്പാനുമാണ് വരുന്നത്. ഇതാണ് ഓവറോൾ ഡെപ്ത് ഓഫ് ബീമിന്റെ കണ്ടീഷൻ പറയുന്നത്. അതായത് തിക്നെസ് ഓഫ് ഫ്ലാഞ്ചും അതിന്റെ കൂടെ വെബിന്റെ ഡെപ്തും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഓവറോൾ ഡെപ്ത് വരുന്നത്. അത് ഓരോ ബീമിനും അതിന്റെ ഒരു വാല്യൂവിന്റെ കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആണ്. എന്താണ് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് സ്ലാബ് വിച്ച് ആക്ട് ഇന്റഗ്രലി വിത്ത് ദ ബീം ആൻഡ് എക്സ്റ്റെൻഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ബീം ഫോമിംഗ് ദ കംപ്രഷൻ സോൺ. ആൻഡ് BF should not be greater than the breadth of web plus half the sum of clear distance to adjacent beam on either side. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് അത് സ്ലാബിന്റെ ഒരു പോർഷൻ ആണ്. ഈ ഒരു ഷെയ്ഡർ റീജിയനിൽ ഇതാണ് ടി ബിയും കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഈ സ്ലാബ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സ്ലാബിലെ ഇത്രയും ഡിസ്റ്റൻസിനെയാണ് എഫക്റ്റീവ് ഫ്ലാഞ്ച് വിഡ്ത്ത് എന്നും പറഞ്ഞുകൊണ്ട് തന്നിട്ടുള്ളതാണ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് BF എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ BW, അതാണ് ബ്രെഡ്ത്ത് ഓഫ് വെബ് എന്ന് പറയുന്നതാണ് BW പ്ലസ് ഹാഫ് ദ സം ഓഫ് ക്ലിയർ ഡിസ്റ്റൻസ് ടു അഡ്ജസന്റ് ബീം ഓൺ എയ്തർ സൈഡ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് ഇതാണ് അഡ്ജസന്റ് ബീം വരുന്നത്. അതിന്റെ സെന്റർ വരെ ആ ഒരു സ്പാനിന്റെ സെന്റർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടി പോകാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ഈ IS 456/2000 ക്ലോസ് 23.1.2 പേജ് 36-37 ഈ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് പിടിക്കാനുള്ള കുറച്ച് കണ്ടീഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ക്ലോസ് 23.1.2 എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോർ ആക്യുറേറ്റ് ഡിറ്റർമിനേഷൻ ഇൻ ദ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് മേ ബി ടേക്കൺ ആസ് ദ ഫോളോയിങ്. അതായത് നമ്മളിവിടെ എഫക്റ്റീവ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. അതായത് ഇപ്പൊ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് BFന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ ബ്രെഡ്ത്ത് ഓഫ് വെബ് പ്ലസ് ഹാഫ് ദ സം ഓഫ് ക്ലിയർ ഡിസ്റ്റൻസ് ടു ദ അഡ്ജസന്റ് ബീം ഓൺ സൈഡ്. അതായത് വെബിന്റെ ബ്രെഡ്ത്തിന്റെ കൂടെ രണ്ട് അഡ്ജസന്റ് ബീമിൽ വരുന്ന അതിന്റെ ക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതി കൂടി ആഡ് ചെയ്യുക. ആ ഒരു ഡിസ്റ്റൻസിനേക്കാളും വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് കൂടി പോകാൻ പാടില്ല. അതിന് ഓരോ ബീമിനെയും ഓരോ ഇക്വേഷൻസ് പറയുന്നുണ്ട്. ടി ബീംസ് ആണ് എങ്കിൽ BFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L0/6 പ്ലസ് BW പ്ലസ് 6 TF ആണ്. L ബീം ആണ് എങ്കിൽ വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് L0/12 പ്ലസ് BW പ്ലസ് 3 DF ആണ്. ഇനി ഫോർ ഐസോലേറ്റഡ് ബീമിന്റെ കേസിലാണെങ്കിൽ ദ എഫക്റ്റീവ് ഫ്ലാഞ്ച് വിഡ്ത്ത് ഷാൽ ബി ഒബ്റ്റൈൻ as ബിലോ ബട്ട് ഇൻ നോ കേസ് ഗ്രേറ്റർ ദാൻ ദ ആക്ച്വൽ വിഡ്ത്ത്. എഫക്റ്റീവ് ഫ്ലാഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ടി ബീം ആണെങ്കിൽ BF is equal to L0 divided by L0 divided by B plus 4 plus BW and L beam ആണെങ്കിൽ BF is equal to 0.5 L0 divided by L0 by B plus 4 plus BW. So ഇതാണ്
കണ്ടീഷൻ ഇതെന്ന് പറയുന്നത് ആക്ച്വൽ വിഡ്ത്തിനേക്കാളും കൂടി പോകാൻ പാടില്ല എന്നൊരു കണ്ടീഷനും കൂടി കോഡിൽ പറയുന്നുണ്ട്. ഇതിൽ BF എന്ന് പറയുന്നത് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ചും L0 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് സീറോ മൊമെന്റ്സ് ഇൻ ദ ബീം, BW is the breadth of web, DF is the thickness of flange and B is the actual width of the flange. ഇനി ഫോർ കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ L0യുടെ വാല്യൂ 0.7 ടൈംസ് ഇൻ ദ എഫക്റ്റീവ് സ്പാൻ ആയിരിക്കും. ഇങ്ങനെയാണ് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം വരുമ്പോൾ ഈ ഇക്വേഷൻസിൽ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ കോഡിൽ പറയുന്ന ക്ലോസ് നമ്പർ എന്ന് പറയുന്നത് 23.1.2 ആണ്. ഇനി എങ്ങനെയാണ് ടി ബീമിനെ അനാലിസിസ് ചെയ്യുന്നത്? ഇതാണ് ഒരു ടി ബീം. ഈ ടി ബീമിൻ്റെ വിഡ്ത്ത് ഓഫ് വെബിനെയാണ് BW എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആണ് BF. ന്യൂട്രൽ ആക്സിസ് ആണ്. ഇതാണ് ഇവിടുത്തെ സ്ട്രെയിൻ ഡയഗ്രാം വരുന്നത്. ഇത് സ്ട്രെസ് ഡയഗ്രാം. റെക്ടാങ്കുലർ ബീമിന്റെ സെയിം ഡയഗ്രാംസ് ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അനാലിസിസ് ചെയ്യാനുള്ള ഇക്വേഷൻസ് IS 456 2000 പേജ് 96 തന്നിട്ടുണ്ട്. സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിന്റെ ഇക്വേഷൻ എടുത്ത സെയിം പേജ് തന്നെയാണ് ഇതിന്റെ ഇക്വേഷൻസ് തന്നിട്ടുള്ളത്. അതായത് ഇവിടെ G2 എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലാഞ്ചഡ് സെക്ഷന്റെ കണ്ടീഷനാണ് വന്നിട്ടുള്ളത്. ഫ്ലാഞ്ചഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ടി ബീം ആണ്. ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി ഫസ്റ്റ് പറയുന്നത് G2.1 ഫോർ XU ഇസ് ലെസ് ദാൻ DF. അതായത് ഈ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് എവിടെയാണെന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് ഫ്ലാഞ്ചിന്റെ പോർഷനിൽ തന്നെ വരാം, അല്ലെങ്കിൽ വെബിന്റെ അവിടെ വരാം. ഈ രണ്ട് കണ്ടീഷനാണ് ഉള്ളത്. XU ഇസ് ലെസ് ദാൻ DF എന്ന് പറഞ്ഞാൽ DF എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. XUവിന്റെ വാല്യൂ DFിനേക്കാളും കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് ടി ബീമിന്റെ ഫ്ലാഞ്ചിന്റെ അവിടെ ആയിരിക്കും വരുന്നത്. അതായത് ആ സ്ലാബ് പോർഷനിലായിരിക്കും ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ XU ഇസ് ലെസ് ദാൻ DF ആണെങ്കിൽ ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് മേ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഇക്വേഷൻ ഗിവൺ ഇൻ G1.1. അതായത് G1.1 എന്ന് പറയുന്നത് റെക്ടാങ്കുലർ സെക്ഷനിൽ, അതായത് സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിന്റെ ഒക്കെ ഡിസൈൻ ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്ത സെയിം ക്ലോസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ഡിസൈൻ വരുന്നത്. കാരണം ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ കംപ്രഷൻ സോണും താഴെ ടെൻഷൻ സോണും ആണ് വരുന്നത്. അപ്പം ഫ്ലാഞ്ചിലാണ് സ്ലാബിന്റെ പോർഷൻ വരുന്നതെങ്കിൽ, ഫ്ലാഞ്ചിലാണ് ന്യൂട്രൽ ആക്സിസ് വരുന്നതെങ്കിൽ അവിടെ ഫ്ലാഞ്ചിന്റെ പകുതി തൊട്ടുള്ള ഏരിയ ടെൻഷൻ സോൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ബീമിനെ നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ റെക്ടാങ്കുലർ സെക്ഷനിൽ ഡിസൈൻ ചെയ്തത് ആ സെയിം രീതിയിൽ തന്നെയായിരിക്കും അവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻസൊക്കെ കോഡിൽ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ആദ്യം XU/D എന്ന് പറയുന്ന ഇക്വേഷൻ ഈ ഒരു കണ്ടുപിടിക്കും. എന്നിട്ട് XU/Dയും കൂടി കമ്പയർ ചെയ്തിട്ട് ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കും. നമ്മൾ ഇതിനു മുമ്പ് റെക്ടാങ്കുലർ സെക്ഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമിന്റെ ഒക്കെ ഡിസൈൻ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, XUവിന്റെ വാല്യൂ ഇസ് ലെസ് ദാൻ DF ആണ് എങ്കിലാണ് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ പറയുന്നത് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ സെക്ഷൻ മേ ബി ഒബ്റ്റൈൻഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ വെൻ ദ റേഷ്യോ ഓഫ് DF/D ഡസ് നോട്ട് എക്സീഡ് 0.2. അതായത് ഇവിടുത്തെ കണ്ടീഷൻ തിരിഞ്ഞു വരുവാണെങ്കിൽ, അതായത് XUവിന്റെ വാല്യൂ DFിനേക്കാളും കൂടി പോകുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് വെബിന്റെ പോർഷനിലായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത് ആദ്യം തന്നെ DF/D എന്ന് പറയുന്ന ഒരു റേഷ്യോ കണ്ടുപിടിക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് 0.2നേക്കാളും കുറവാണ് എങ്കിൽ നമ്മൾ അവിടെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് MU is equal to 0.36 XUmax/D into 1 minus 0.42 XUmax/D into FCK BW D square plus 0.45 FCK BF minus BW into DF into D minus DF/2. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇനി അങ്ങനെയല്ല, when the ratio DF/D exceed 0.2,
അതായത് ഡി എഫ് ബൈ ഡിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 0.2 കൂടുതലാണ് വരുന്നതെങ്കിൽ അവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് 0.36 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1 മൈനസ് 0.42 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു എഫ് സി കെ ബി ഡബ്ല്യു ഡി സ്ക്വയർ പ്ലസ് 0.45 എഫ് സി കെ ബി എഫ് മൈനസ് ബി ഡബ്ല്യു ഇൻറ്റു വൈ എഫ് ഇൻറ്റു ഡി മൈനസ് വൈ എഫ് ബൈ 2. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. ഇതിലെ വൈ എഫ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ അനദർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.15 എക്സ് യു പ്ലസ് 0.65 ഡി എഫ്. പക്ഷെ ഈ വൈ എഫിന്റെ വാല്യൂ ഡി എഫിനേക്കാളും കൂടി പോകാൻ പാടില്ല എന്നൊരു കണ്ടീഷനും തന്നിട്ടുണ്ട്. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് G2.3 ഫോർ എക്സ് യു മാക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് യു, അതായത് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡി എഫ്. എക്സ് യു മാക്സ് എന്ന് പറയുന്നത് എക്സ് യുനേക്കാളും ഗ്രേറ്ററും ഡി എഫിനേക്കാളും ഗ്രേറ്റർ ആണ് വരുന്നതെങ്കിൽ ഇവിടെ ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് മേ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ ഗിവൺ ഇൻ G2.2 when df by xu does not exceed 0.43. അതായത് ഇവിടെ കണ്ടീഷൻ പറയുന്നത് ഡി എഫ് ബൈ എക്സ് യുവിൻ്റെ വാല്യൂ 0.43നേക്കാളും കൂടി പോയിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് G2.2 തന്നിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഇനി ഡി എഫ് ബൈ എക്സ് യു 0.43നേക്കാളും കൂടി പോയിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന G2.2.1 തന്നിട്ടുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം കണ്ടുപിടിക്കാൻ. സോ ഇവിടെ രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് യുവിൻ്റെ അവിടെ എക്സ് യു മാക്സിൻ്റെ വാല്യൂ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ ഇക്വേഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇത് തന്നിട്ടുള്ള പേജ് നമ്പർ നോട്ട് ചെയ്യുക. ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട. പേജ് 96 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇനി അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഇവിടെ അനാലിസിസിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ആദ്യത്തെ തന്നെ ഡിറ്റർമിൻ ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ടി ബീം ഗിവൺ ഡേറ്റാസ് ആർ ബി എഫ് ഈസ് 1000 mm, ഡി എഫ് 100 mm, First problem, determine the moment of resistance of the T-beam given data are BF is 1000 mm, capital DF is 100 mm എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് ആണ്. വിഡ്ത്ത് ഓഫ് വെബ് എന്ന് പറയുന്നത് 300 mm, കവർ 50 mm, മോൾഡി ഈസ് 450 mm. The beam is reinforced with the 4 bars of 25 mm diameter. Use M20 and Fe40. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള. അപ്പോൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഒരു ടി ബീമിന്റെ കാണാനുള്ള പ്രൊസീജിയറിൽ ആദ്യം തന്നെ നമുക്ക് ഗിവൺ ഡേറ്റാസ് എടുത്തെഴുതാം. ബി എഫ് എന്ന് പറയുന്നത് 1000 mm, ഡി എഫ് 100 mm, ബി ഡബ്ല്യു 300 mm, ഡി എന്ന് പറയുന്നത് 450 mm. ഈ ഏരിയ ഓഫ് സ്റ്റീൽ തന്നിട്ടില്ല. സോ ഇവിടെ 4 ബാർസും 25 mm ഡയമീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4 × π/4 × 25² ചെയ്യുമ്പോൾ 1963.49 mm² കിട്ടും. ഇനി ഇവിടെ നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ സിംഗിളി ആയാലും ഡബിളി ആയാലും ആദ്യം ചെയ്ത പ്രൊസീജിയർ ഇത് തന്നെയാണ്. ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ന്യൂട്രൽ ആക്സിസ് വെബിന്റെ പോർഷനാണോ വരുന്നത് ഫ്ലാഞ്ചിന്റെ പോർഷനിലാണോ വരുന്നത് എന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും. ആദ്യം നമ്മൾ ഇവിടെ അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് അറിയില്ല എവിടെ വരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഒരു അസംഷൻ ആണ്. ഇനി ആ ഒരു അസംഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഇവിടെ അസ്യൂമിങ് എക്സ് യു ഈസ് ഇൻ ദ ഫ്ലാഞ്ച്, അതായത് എക്സ് യു എന്ന് പറയുന്നത് ഫ്ലാഞ്ചിന്റെ പോർഷനിലാണ് വരുന്നത് എന്ന് അസ്യൂം ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് അസ്യൂം എക്സ് യു ഈസ് ലെസ് ദാൻ ഡി എഫ്. എക്സ് യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലാഞ്ചിനേക്കാളും കുറവാണ് എന്ന് അസ്യൂം ചെയ്തു. ഇനി ഈ അസംഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എക്സ് യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് യു കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സിംഗ്ലിയിൽ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ്. എക്സ് യു ബൈ ഡി ഇസ് ഈക്വൽ ടു 0.87 FY/AST ഇൻറ്റു 0.36 FCK ബി എഫ് ഇൻറ്റു ഡി. ബി എന്ന് പറയുന്നത് നമ്മളിവിടെ സാധാരണ ബി എന്നാണ് കൊടുക്കാറ്. ടി ബീമിന്റെ കേസിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി എഫ് എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആണ്.
അതായത് എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് യു ബൈ ഡി ഇസ് ഈക്വൽ ടു 0.87 ഇൻറ്റു 415 ഇൻറ്റു 1963.49 ഡിവൈഡഡ് ബൈ 0.36 ഇൻറ്റു 20 ഇൻറ്റു 20 എന്ന് പറയുന്നത് എഫ് സി കെയുടെ വാല്യൂ ആണ്. ബി എഫ് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 450 ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.218 കിട്ടും. ഇനി ഇതിൽ നിന്ന് എക്സ് യു എന്ന് പറയുന്നത് 0.218 ഇൻറ്റു ഡി ചെയ്യുക. ഡി ഇസ് 450 ആണ്. ചെയ്യുമ്പോൾ കിട്ടുന്നത് 98.1 എക്സ് യു ഇസ് ഈക്വൽ ടു 0.218 ഇൻറ്റു ഡിയുടെ വാല്യൂ 450 ചെയ്യുമ്പോൾ കിട്ടുന്നത് 98.1 ആണ്. ആ വാല്യൂ എന്ന് പറയുന്നത് ഡി എഫിന്റെ വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ആണ്. അതായത് ഡി എഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് 100 mm ആണ്. ആ ഒരു വാല്യൂവിനേക്കാളും എക്സ് യുവിന്റെ വാല്യൂ ചെറുതാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ അസ്യൂം ചെയ്ത കണ്ടീഷൻ എന്തായിരുന്നു? എക്സ് യു ഇസ് ലെസ് ദാൻ ഡി എഫ് എന്ന് പറയുന്ന കണ്ടീഷനാണ് അസ്യൂം ചെയ്തത്. സോ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. എക്സ് യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി എഫിന്റെ വാല്യൂവിനേക്കാളും ചെറുതാണ്. അതായത് ഇവിടെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഫ്ലാഞ്ചിന്റെ പോർഷനിലായിരിക്കും. അതായത് ടോപ്പിൽ നിന്ന് 98.1 ഡിസ്റ്റൻസ് മാറിയായിരിക്കും ന്യൂട്രൽ ആക്സിസ് വരുന്നത്. സോ നമ്മുടെ അസംഷൻ ഈസ് കറക്റ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എച്ച് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എക്സ് യു കണ്ടുപിടിക്കും, ദെൻ എക്സ് യു മാക്സും കണ്ടുപിടിക്കും. അതിൻ്റെ രണ്ടും കമ്പയർ ചെയ്യും, എന്നിട്ട് ഇത് അണ്ടർ ആണോ ഓവർ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ എക്സ് യു ഈസ് ലെസ് ദാൻ ഡി എഫ് എന്നാണ് കണ്ടീഷൻ വന്നിട്ടുള്ളത്. അപ്പം ഇതൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിളിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ ഇനി ഇവിടെ ചെയ്യണം. ഇവിടെ നെക്സ്റ്റ് നമ്മൾ എക്സ് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കും. അത് പേജ് 70 നിന്നാണ് എടുക്കുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.48 ആണ്. കാരണം ഇവിടെ എഫ് ഇ 415 ആണ് തന്നിട്ടുള്ളത്. ഇവിടെ രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് യു ബൈ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂവിനേക്കാളും ചെറുതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആയിരിക്കും. ഇനി അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ പേജ് 96 നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്നത് എം യു ഇസ് ഈക്വൽ ടു 0.87 എഫ് ബൈ എ എസ് ടി ഇൻറ്റു ഡി ഇൻറ്റു 1 മൈനസ് എ എസ് ടി എഫ് വൈ ഡിവൈഡഡ് ബൈ ബി എഫ് ഇൻറ്റു ഡി ഇൻറ്റു എഫ് സി കെ എന്ന് പറയുന്ന ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇക്വേഷനിൽ ബി എന്നായിരിക്കും തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ എടുക്കേണ്ട വാല്യൂ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആയിട്ടുള്ള ബി എഫിന്റെ വാല്യൂ ആണ് അവിടെ എടുക്കേണ്ടത്. ഇവിടെ ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.87 ഇൻറ്റു 415 ഇൻറ്റു എ എസ് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എന്ന് പറയുന്ന 450 ഇൻറ്റു 1 മൈനസ് എ എസ് ടി 1963.49 ഇൻറ്റു 415 ഇൻറ്റു ബി എഫ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ബി എഫ് ഈസ് 1000 ഇൻറ്റു എഫ് സി കെ ഈസ് 20, സ്മോൾ ഡി ഈസ് 450. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ന്യൂട്ടൺ എം എമ്മിലുള്ള ഒരു വലിയ വാല്യൂ ആണ്. അതിനെ ഇൻറ്റു 10⁻⁻6 ചെയ്യുമ്പോൾ വി ഗെറ്റ് 290.1 കിലോന്യൂട്ടൺ മീറ്റർ. ഇങ്ങനെയാണ് ഒരു ടി ബീമിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം തന്നെ അസ്യൂം ചെയ്യുക എക്സ് യു ഇസ് ലെസ് ദാൻ ഡി എഫ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. ഇനി ആ അസംഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സ് യു ബൈ ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ അസംഷൻ കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ ഞാൻ എക്സ് യു മാക്സ് ബൈ ഡി കണ്ടുപിടിക്കുക. എന്നിട്ട് അത് അണ്ടർ ആണോ ഓവർ ആണോ എന്ന് നോക്കുക. എന്നിട്ട് സിംഗിളിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെ പേജ് 96 നിന്ന് എടുത്തിട്ട് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, problem 2. T-beam floor system has 120 mm thick slab supported on beams. The width of beam is 300 mm. Effective depth is 580 mm. The beam is reinforced with 8 bars of 20 mm diameter. Use M20 and FE 415. The beams are spaced 3 meters center to center. The effective span of beam is 3.6. ഇവിടെ തന്നിട്ടുള്ള ഗിവൺ ഡേറ്റാസ് ആദ്യം എഴുതുക. ഫസ്റ്റ് തന്നിട്ടുള്ളത് ദ ഫ്ലോർ സിസ്റ്റം ഹാസ് 120 mm തിക്ക് സ്ലാബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ
120 mm തിക്ക് സ്ലാബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഫ്ലാഞ്ചിന്റെ തിക്നെസ് ആണ് 120 mm തന്നിട്ടുള്ളത്. ഫ്ലാഞ്ചിന്റെ തിക്നെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് DF എന്ന് പറയുന്നത്. സോ DF ഈസ് 120 mm. ദ വിഡ്ത്ത് ഓഫ് ബീം, ദാറ്റ് മീൻസ് വെബിന്റെ അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് BW എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇസ് ഈക്വൽ ടു 300 mm. എഫക്റ്റീവ് ഡെപ്ത് 580 mm, ദാറ്റ് ഈസ് സ്മോൾ d. ദെൻ AST കണ്ടുപിടിക്കാൻ വേണ്ടി 8 ബാർസ് ആണ്, 20 mm ഡയമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ 8 × π/4 × 20 സ്ക്വയർ ചെയ്യുമ്പോൾ 2513 mm സ്ക്വയർ കിട്ടും. ഇനി ദ എഫക്റ്റീവ് സ്പാൻ ഓഫ് ബീം എന്ന് പറഞ്ഞുകൊണ്ട് 3.6 മീറ്റർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ L. നെക്സ്റ്റ് ഇവിടെ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് തന്നിട്ടില്ല, അപ്പോൾ BF കണ്ടുപിടിക്കണം. അതിനുവേണ്ടി BF കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് BF is equal to L0/6 + BW + 6 × DF ആണ്. ഇതിൽ L0 എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ ആണ്, അതെന്ന് പറയുന്നത് 3.6 മീറ്റർ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് 3.6 മീറ്ററിനെ mm മാറ്റുമ്പോൾ 3600 mm വരും. ഡിവൈഡ് ബൈ 6 + BW ഇസ് ദ വിഡ്ത്ത് ഓഫ് വെബ് ആണ്, അത് 300 mm ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 6 × ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് 120 mm, ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് 1620. ഇവിടെ ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, ഈ BF എന്ന് പറയുന്ന വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ width of web plus half the clear distance between the beam എന്നൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ക്ലിയർ സ്പാൻ തന്നിട്ടില്ല, അപ്പം ഇവിടുത്തെ ക്ലിയർ സ്പാൻ കണ്ടുപിടിക്കുക, റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും അവിടുത്തെ ക്ലിയർ സ്പാൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ ആ ഒരു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ബീം എന്ന് പറയുന്നത് 3000 അല്ലെങ്കിൽ 3 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. സോ അതിനെ mm മാറ്റുമ്പോൾ 3000 വരും, മൈനസ് വരുന്ന വിഡ്ത്ത് ഓഫ് വെബിന്റെ തിക്നെസ് മൈനസ് ചെയ്യണം. സോ ഇവിടെ കിട്ടുന്നത് 2700 mm ആണ്, അതാണ് ഇവിടെ വരുന്ന ക്ലിയർ ഡിസ്റ്റൻസ്. ഇനി ദ BF ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.5 ടൈംസ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു L1 + L2 + BW ആണ്. അതായത് വിഡ്ത്ത് ഓഫ് വെബിന്റെ കൂടെ അവിടെ വരുന്ന ക്ലിയർ ഡിസ്റ്റൻസിന്റെ രണ്ട് സൈഡിലോട്ടും വരുന്ന ക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതി കൂടി ആഡ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ 0.5 ഇൻറ്റു L1 L2 ഇവിടെ സെയിം ആണ് എടുത്തിട്ടുള്ളത്, കാരണം രണ്ട് ബീമും സെയിം ഡിസ്റ്റൻസിലാണ് പ്രൊവൈഡ് ചെയ്തേക്കണത്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ ക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2700 mm ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 0.5 ഇൻറ്റു 2700 + 2700 + BW ഇസ് ദ വിഡ്ത്ത് ഓഫ് വെബ് ഇസ് ഈക്വൽ ടു 3000 mm. ഇനി സോ ഇവിടെ നമ്മുടെ കണ്ടീഷൻ ശരിയാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ BF എന്ന് പറയുന്നത് 3000 കൂടി പോയിട്ടില്ല, അപ്പോൾ നമുക്ക് ഈ BF എടുത്തുകൊണ്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി ഇവിടുത്തെ നേരെ തിരിഞ്ഞാണ് വരുന്നിട്ടുള്ളത്, ഈ BFന്റെ വാല്യൂ 3000 കൂടി പോയാൽ നമ്മൾ ഇവിടുത്തെ വാല്യൂ വേണം, അതായത് ഇവിടെ കിട്ടിയ വാല്യൂ എടുത്തുകൊണ്ട് വേണം ബാലൻസ് കാൽക്കുലേഷൻ ചെയ്യാൻ. അപ്പോൾ ഇവിടെ എടുക്കുന്ന വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് 1620 mm ആണ്. അടുത്തത് നമ്മൾ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് വിത്തിൻ ദ ഫ്ലാഞ്ച് ആയിട്ട് അസ്യൂം ചെയ്യും, ദാറ്റ് ഈസ് XU ഈസ് ലെസ് ദാൻ DF എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കും. ഇനി XU/Dയുടെ വാല്യൂ കണ്ടുപിടിക്കും, ദാറ്റ് ഈസ് ബൈ യൂസിങ് ഇക്വേഷൻ 0.87 FY/AST ഡിവൈഡഡ് ബൈ 0.36 FCK BF × DE. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.134. ഇനി XU എന്ന് പറയുന്നത് 0.134 × 580 ചെയ്യുമ്പോൾ 77.72 mm കിട്ടും. നമുക്ക് തന്നിട്ടുള്ള DFന്റെ വാല്യൂ 120 mm ആണ്. സോ XU ഈസ് ലെസ് ദാൻ DF എന്ന് പറയുന്ന നമ്മുടെ അസംഷൻ ഇവിടെ കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി XU_max/Dയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.48. ദെൻ XU ആൻഡ് XU_max കമ്പയർ ചെയ്യുക. XU/D ഈസ് ലെസ് ദാൻ XU_max/D ആണ് ഇവിടെ വരുന്നത്. സോ therefore the section is under reinforced section. ഇനി മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം by using the equation mu is equal to 0.87 FY/AST × D × 1 - AST FY divided by BF × D × FCK. ഇവിടെ അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷന്റെ ഇക്വേഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് കോഡ് തന്നിട്ടുള്ളത് B എന്നായിരിക്കും ഇക്വേഷനിൽ കോഡിൽ എഴുതിയിട്ടുള്ളത്. ടി ബീമിന്റെ കേസിൽ ഈ BF ആയിട്ട് എടുക്കണം. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇറ്റ്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 496.61 kN/m എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, an isolated simply supported T-beam has a flange width of 2400 mm and a flange thickness of 120 mm. Effective span of beam is 3.6 meter. Effective depth of beam is 580 mm and its width is 300 mm.
It is reinforced with 8 numbers of 20 mm diameter of Fu415. Determine the moment of resistance of the section. Use M20 concrete. ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ളത് ഒരു ഐസോലേറ്റഡ് സിംപ്ലി സപ്പോർട്ടഡ് ടി ബീമിൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനാണ്. ടി ബീംസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മോണോലിത്തിക് ടി ബീമും ഉണ്ട്, ഐസോലേറ്റഡ് ടി ബീമും ഉണ്ട്. മോണോലിത്തിക് ടി ബീം എന്ന് വെച്ചാൽ സ്ലാബും ബീമും സെയിം ടൈമാണ് കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ബീമിനെയാണ് മോണോലിത്തിക് ടി ബീം എന്ന് പറയുന്നത്. ഐസോലേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്ലാബും ബീമും തമ്മിൽ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അത് സെയിം ടൈമിലായിരിക്കില്ല കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെയാണ് ഐസോലേറ്റഡ് ടി ബീം എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുക. ഇവിടെ ദ ഫ്ലാഞ്ച് വിഡ്ത്ത് ഓഫ് 2400 mm ആണ് തന്നിട്ടുള്ളത്. ഫ്ലാഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് അല്ല തന്നിട്ടുള്ളത്, ഇവിടെ ആ ഒരു ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. അതെന്ന് പറഞ്ഞാൽ 2400 mm ആണ്. ഇനി ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് ഡി എഫ് ഈസ് 120 mm, effective span is 3.6 meter, effective depth of beam is 580 mm ആണ്, small d, and അതിൻ്റെ width BW എന്ന് പറയുന്നത് 300 mm. It is reinforced with 8 bars ആണ്, അത് 20 mm diameter വരുന്നതാണ്. ഇവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ M20 കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് FCK 20 Nm/mm², FY എന്ന് പറയുന്നത് Fe415 ആയതുകൊണ്ട് 450 Nm/mm² വരും. ഇനി ഇവിടെ എൽ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ്. എഫക്റ്റീവ് സ്പാൻ ഈസ് 3.6 മീറ്റർ ആണ്. MM-ലോട്ട് മാറ്റുമ്പോൾ 3600 mm വരും. ഇനി AST കാൽക്കുലേറ്റ് ചെയ്യുക. AST എന്ന് പറയുന്നത് 8 × π/4 × 20² is equal to 3041 is equal to 3041 mm² വരും ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇവിടെ BFന്റെ വാല്യൂ തന്നിട്ടില്ല, ബിയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് BF കണ്ടുപിടിക്കണം. ഐസോലേറ്റഡ് ബീമിൻ്റെ കേസിൽ BF കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ ക്ലോസ് 23.1.2 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് BF is equal to L0 ഡിവൈഡഡ് ബൈ B + 4 + BW. ഇതാണ് ഇക്വേഷൻ. ഇതിൽ L0 എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ ആണ്, ദാറ്റ് ഈസ് 3600 mm ആണ്. BFന്റെ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് L0 is 3600 ഡിവൈഡഡ് ബൈ 3600 ഡിവൈഡഡ് ബൈ, ഇവിടെ B എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഫ്ലാഞ്ച് വിഡ്ത്ത്, അത് 2400 ആണ്, +4 + BW 300 ചെയ്യുമ്പോൾ 954.54 mm കിട്ടും. ഈ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ B ആയിരിക്കണം, ദാറ്റ് ഈസ് 2400-നേക്കാളും കുറവായിരിക്കണം ഇവിടുത്തെ വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഇനി സോ വി ടേക്കൺ BF is equal to 954.54. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹിയർ വി അസ്യൂമിങ് ന്യൂട്രൽ ആക്സിസ് വിത്തിൻ ദ ഫ്ലാഞ്ച്, ദാറ്റ് ഈസ് XU is less than DF എന്ന് പറയുന്ന കണ്ടീഷൻ അസ്യൂം ചെയ്തു. ഇവിടെ XU/D കണ്ടുപിടിക്കുക ബൈ യൂസിങ് ഇക്വേഷൻ 0.87 FY/AST ഡിവൈഡഡ് ബൈ 0.36 FCK BF × D. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് XU/D is 0.275. ദെൻ XU കണ്ടുപിടിക്കുക 0.275 ഇൻറ്റു സ്മോൾ d ചെയ്യുമ്പോൾ 159.5 mm കിട്ടും. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ DF. ഇവിടെ വരുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത കണ്ടീഷൻ, നമ്മൾ അസ്യൂം ചെയ്തത് XU is less than DF എന്നായിരുന്നു, പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ തെറ്റിപ്പോയി. ഇവിടെ XU is greater than DF ആണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത നെക്സ്റ്റ് കണ്ടീഷൻ എടുക്കുകയാണ്. ഈ ഒരു അസംഷൻ റോങ് ആയി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് XU is greater than DF എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എടുക്കും. എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം തന്നെ നമ്മൾ DF/D എന്ന് പറയുന്ന റേഷ്യോ കണ്ടുപിടിക്കണം. സോ DF എന്ന് പറയുന്നത് 120, സ്മോൾ d എന്ന് പറയുന്നത് 580 ചെയ്യുമ്പോൾ 0.206 കിട്ടും. ഇനി DF/D എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0.2 ആണ് എങ്കിൽ നമ്മൾ അടുത്ത കണ്ടീഷൻ എടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ DF/XUന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0.3 എന്ന് പറയുന്ന കണ്ടീഷൻ അസ്യൂം ചെയ്യും. DF/XU is greater than 0.43. ഈ കണ്ടീഷൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആദ്യം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് 0.36 FCK BW ഇൻറ്റു XU + 0.45 FCK BF - BW ഇൻറ്റു YF is equal to 0.87 FY/AST. ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കംപ്രഷൻ is equal to ടോട്ടൽ ടെൻഷൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്നാണ് ഈ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. 36 FCK BW ഇൻറ്റു XU + 0.45 FCK BF - BW ഇൻറ്റു YF is 0.15 ഇൻറ്റു XU + 0.65 ഇൻറ്റു DF is equal to 0.87 FY/AST. ഇതിലേക്ക് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ XU ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ബാക്കി എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് XU is equal to 209.76 mm വരും. ഇനി
നമ്മൾ ഡി എഫ് ബൈ എക്സ് യു ഇസ് ഗ്രേറ്റർ ദാൻ 0.43 എന്ന് പറയുന്ന കണ്ടീഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 0.43 ഇൻറ്റു എക്സ് യു എന്ന് പറയുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 0.43 ഇൻറ്റു 209.76 ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 19.19 ആണ്. അപ്പം ഡി എഫിൻ്റെ വാല്യൂവിനേക്കാളും കുറവ് വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് എടുത്ത അസംഷൻ എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റാണ്. അപ്പം ഡി എഫ് ബൈ എക്സ് യു ഇസ് ഗ്രേറ്റർ ദാൻ 0.43 ആണ് എങ്കിൽ നമുക്ക് ഇവിടെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇത് അണ്ടർ ആണോ ഓവർ ആണോ എന്ന് നോക്കിയിട്ട് വേണം അവിടെ ഏത് ഇക്വേഷൻ സെലക്ട് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം എക്സ് യു മാക്സ് ബൈ ഡി എന്ന് പറയുന്നത് 0.48 ആണ്. സോ എക്സ് യു മാക്സ് എന്ന് പറയുന്നത് 0.48 ഇൻറ്റു ഡി ഇസ് 580 ഇസ് ഈക്വൽ ടു 278.4 mm കിട്ടും. ഇവിടെ കിട്ടുന്നത് എക്സ് യു ഇസ് ലെസ് ദാൻ എക്സ് യു മാക്സ് എന്ന് പറയുന്ന കണ്ടീഷനാണ് കിട്ടിയത്. കാരണം എക്സ് യുവിൻ്റെ വാല്യൂ 209.76ഉം എക്സ് യു മാക്സ് എന്ന് പറയുന്നത് 278.4 ആണ്. സോ ഇവിടെ എക്സ് യു ഇസ് ലെസ് ദാൻ എക്സ് യു മാക്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സെക്ഷൻ എന്ന് പറയുന്നത് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. സോ അടുത്തത് ഇവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എം യു ഇസ് ഈക്വൽ ടു 0.36 എച്ച് യു ബൈ ഡി ഇൻറ്റു 1 മൈനസ് 0.42 എക്സ് യു ബൈ ഡി ഇൻറ്റു എഫ് സി കെ ഇൻറ്റു ബി ഡബ്ല്യു ഇൻറ്റു ഡി സ്ക്വയർ പ്ലസ് 0.45 എഫ് സി കെ ബി എഫ് മൈനസ് ബി ഡബ്ല്യു ഇൻറ്റു വൈ എഫ് ഇൻറ്റു ഡി മൈനസ് വൈ എഫ് ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ആ ഇക്വേഷനിൽ വൈ എഫ് എന്ന് പറയുന്നത് 0.15 എക്സ് യു പ്ലസ് 0.65 ഡി എഫ് ആണ്. അതിൽ എക്സ് യുവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 209.76 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈ എഫിൻ്റെ വാല്യൂ കിട്ടുന്നത് 109.46 mm ആണ്. ഇവിടുത്തെ വൈ എഫിൻ്റെ വാല്യൂ നമ്മളുടെ ഡെപ്ത് ഓഫ് ഫ്ലാഞ്ചിൻ്റെ ആ ഒരു വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യണം. ഡെപ്ത് ഓഫ് ഫ്ലാഞ്ചിനേക്കാളും എപ്പോഴും ഈ ഒരു വൈ എഫിൻ്റെ വാല്യൂ കിട്ടേണ്ടത് കുറവായിരിക്കണം. ഇൻ കേസ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ വൈ എഫിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കിട്ടിയ ഡി എഫിൻ്റെ വാല്യൂ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. വൈ എഫ് കിട്ടി. ഇനി എല്ലാ വാല്യൂസും ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 562.5 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ന്യൂട്ടൺ എം എമ്മിലാണ് കിട്ടുന്നത്. അത് ഇൻറ്റു 10⁻⁻6 ചെയ്യുമ്പോഴാണ് 562.5 കിലോന്യൂട്ടൺ മീറ്റർ കിട്ടുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു ഐസോലേറ്റഡ് ടി ബീമാണ്. അവിടുത്തെ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവിടുത്തെ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ചും കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് എക്സ് യു ഇസ് ലെസ് ദാൻ ഡി എഫ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ആ അസംഷൻ റോങ് ആണ് എങ്കിൽ നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡി എഫ് ബൈ ഡി എന്ന് പറയുന്ന റേഷ്യോ ആണ്. അത് ഗ്രേറ്റർ ദാൻ 0.2 ആണോ ലെസ് ദാൻ 0.2 ആണോ എന്ന് നോക്കുക. ഇൻ കേസ് ഗ്രേറ്റർ ദാൻ 0.2 ആണ് എങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡി എഫ് ബൈ എക്സ് യു എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ 0.43 എന്നെടുക്കുക. എന്നിട്ട് എക്സ് യുവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടീഷൻ കറക്റ്റ് ആണ് എങ്കിൽ അടുത്ത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇത് അണ്ടർ ആണോ ഓവർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സ് യു മാക്സ് ഡി കണ്ടിട്ട് അവ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അണ്ടർ ആണോ ഓവർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കോഡിൽ നിന്ന് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നോക്കിയിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം, ഡിറ്റർമിൻ ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ടി ബീം. AST is 4825 mm², BF is 1000 mm, DF is 100 mm, BW എന്ന് പറയുന്നത് 300 mm, cover 50 mm and small d effective depth is 450 mm. Use M20 and FE 450. സോ ആദ്യം ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള ഗിവൺ ഡേറ്റാസ് എഴുതാം. ക്വസ്റ്റിനിൽ ഒരു ടി ബീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഗിവൺ ഡേറ്റാസ് BF ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ഇസ് 1000 mm. DF thickness of flange is 100 mm. ചില ക്വസ്റ്റ്യനിൽ ഇത് വേർഡ്സ് ആയിട്ടും ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് അതിൻ്റെ നൊട്ടേഷൻ വന്നിട്ടും തരാറുണ്ട്. അപ്പം വേർഡ്സ് ആയിട്ട് തരുമ്പോഴും അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. BW എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് വെബ് ആണ് 300 mm. സ്മോൾ d ആണ് തന്നിട്ടുള്ളത് 450 mm. ഇനി ക്യാപിറ്റൽ D ആയിരുന്നു എങ്കിൽ സ്മോൾ d കണ്ടുപിടിക്കണമായിരുന്നു. സ്മോൾ d എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്. FCK is 20 Nm/mm², FY is 450 Nm/mm². AST 4825 mm² ആണ്. ഇവിടെ ആദ്യം തന്നെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് യു. മീൻസ് എക്സ് യുവിൻ്റെ വാല്യൂ ഡി എഫിൻ്റെ വാല്യൂവിനേക്കാളും ലെസ് ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് യു ഇസ് ലെസ് ദാൻ ഡി എഫ് എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുക. ദെൻ അസ്യൂമിങ് എക്സ് യു ബൈ ഡി ഇസ് ഈക്വൽ ടു 0.87 FY AST ഡിവൈഡഡ് ബൈ 0.36 FCK BF ഇൻറ്റു ഡി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് 0.537 ആണ്. ദെൻ എക്സ് യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 0.537 ഇൻറ്റു സ്മോൾ d, ദാറ്റ് ഈസ് 241.9 mm കിട്ടും.
ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡി എഫ്. ഡി എഫ് നമുക്ക് തന്നിട്ടുള്ളത് 100 mm ആണ്. സോ എക്സ് യു ഈസ് ഗ്രേറ്റർ ദാൻ ഡി എഫ് എന്ന് പറയുന്ന കണ്ടീഷൻ വന്നു. സോ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് ഇവിടെ കറക്റ്റ് അല്ല. സോ ദ അസംഷൻ ഈസ് റോങ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡി എഫ് ബൈ ഡി എന്ന് പറയുന്ന റേഷ്യോ ആണ്. സോ ഡി എഫ് ഈസ് 100 ആൻഡ് സ്മോൾ ഡി ഈസ് 15 ചെയ്യുമ്പോൾ 0.222 കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.2 ആണ്. സോ ഗ്രേറ്റർ ദാൻ 0.2 ആണെങ്കിൽ ഇൻ കേസ് ലെസ് ദാൻ 0.2 ആയിരുന്നെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഇത് ഗ്രേറ്റർ ദാൻ 0.2 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ എക്സ് യു എന്ന് പറയുന്നത് 241.9 ആണ്. അപ്പം ഡി എഫിനേക്കാളും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് അസംഷനിൽ ഡി എഫ് ബൈ എക്സ് യു ഈസ് ലെസ് ദാൻ 0.43 എന്ന് പറയുന്ന അസംഷൻ എടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ കംപ്രഷൻ ഇസിക്കൽ ടു ടോട്ടൽ ടെൻഷൻ ഇക്വേഷനിലോട്ട് നമുക്ക് ആദ്യം വൈ എഫിന്റെ വാല്യൂ അറിയാം. ദാറ്റ് ഈസ് 0.15 എക്സ് യു പ്ലസ് 0.65 ഡി എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ വൈ എഫിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് യു ഇസിക്കൽ ടു 429.17 mm കിട്ടും. 0.43 എക്സ് യു എന്ന് പറയുന്നത് 0.43 into 429.17 ഇസിക്കൽ ടു 184.54 കിട്ടും. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡി എഫ് ആണ്. നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഡി എഫ് ബൈ എക്സ് യു ഇസ് ലെസ് ദാൻ 0.43 ആണ്. എന്ന് വെച്ചാൽ ഡി എഫ് ഈസ് ലെസ് ദാൻ 0.43 എക്സ് യു എന്ന് വരും. സോ നമ്മൾ അസ്യൂം ചെയ്തത് ഇവിടെ കറക്റ്റ് ആണ്. സോ സെക്കൻഡ് അസംഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു കണ്ടീഷൻ എടുക്കുന്നത് നമുക്ക് കിട്ടിയ എക്സ് യുവിന്റെ വാല്യൂ ഒരു കുറച്ചൊക്കെ വേരിയേഷൻ ഉള്ളൂ എങ്കിൽ ഡി എഫ് ബൈ എക്സ് യു ഇസ് ഗ്രേറ്റർ ദാൻ 0.43 എടുക്കുക. അതെല്ലാം ഒരുപാട് വേരിയേഷൻ വരുവാണെങ്കിൽ ഡി എഫ് ബൈ എക്സ് യു ഈസ് ലെസ് ദാൻ 0.43 എടുത്തിട്ട് ചെയ്തു നോക്കുക. ഇൻ കേസ് ഇവിടെ വെച്ച് അസംഷൻ റോങ് ആയിരുന്നു കിട്ടുന്നതെങ്കിൽ നമ്മൾ നേരത്തെയുള്ള കണ്ടീഷൻ എടുക്കുക. ദാറ്റ് ഈസ് ഡി എഫ് ബൈ എക്സ് യു ഈസ് ഗ്രേറ്റർ ദാൻ 0.43 എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഇനി നമുക്കിത് അണ്ടർ ആണോ ഓവർ ആണോ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് യു മാക്സ് ബൈ ഡി എടുക്കുക. ദാറ്റ് ഈസ് 0.48. എക്സ് യു മാക്സ് എന്ന് പറയുന്നത് 0.48 into 415 ചെയ്യുമ്പോൾ 216 കിട്ടും. ഇവിടെ എക്സ് യു ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. അപ്പം എക്സ് യു ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് അതുപോലെ തന്നെ അവിടെ ഈസ് ഗ്രേറ്റർ ദാൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടി വരികയാണ് എങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എം യു ഇസിക്കൽ ടു 0.36 എഫ് സി കെ. ഇവിടെ എക്സ് യു ബൈ ഡി എന്നാണ് കോഡ് തന്നിട്ടുള്ളത്. ഇത് ഓവർ റീൻഫോഴ്സ് സെക്ഷൻ ആണ് എങ്കിൽ എക്സ് യുവിന്റെ വാല്യൂ എക്സ് യു മാക്സ് ആയിട്ട് വേണം എടുക്കാൻ. സോ എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1 മൈനസ് 0.42 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു എഫ് സി കെ ബി ഡബ്ല്യു ഡി സ്ക്വയർ പ്ലസ് 0.45 എഫ് സി കെ ബി എഫ് മൈനസ് ബി ഡബ്ല്യു ഇൻറ്റു വൈ എഫ് ഇൻറ്റു ഡി മൈനസ് വൈ എഫ് ബൈ 2. ഇക്വേഷനിലോട്ട് നമുക്ക് വൈ എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 0.15 എക്സ് യു മാക്സ് പ്ലസ് 0.65 ഡി എഫ് ഇത് ചെയ്യുമ്പോൾ 97.4 mm കിട്ടും. ഇത് എപ്പോഴും ഡി എഫിനേക്കാളും കുറവായിരിക്കണം എന്നൊരു കണ്ടീഷനോട് കൂടി പറയുന്നുണ്ട്. ദെൻ ബാലൻസ് വാല്യൂസ് എല്ലാം എം യുവിന്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന മൊമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 413.87 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. ഇങ്ങനെയാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണോ റോങ് ആണോ അതനുസരിച്ചിട്ടായിരിക്കും ഓരോരോ ഇക്വേഷനും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ പേജ് 96 കോഡിലെ ഇക്വേഷൻ നോക്കുക. അവിടെ എല്ലാ കണ്ടീഷനും അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ദാറ്റ് ഈസ് പ്രോബ്ലം 5. ഡിറ്റർമിൻ ദ ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ എ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ടി ബീം ഹാവിംഗ് ഫ്ലാഞ്ച് വിഡ്ത്ത് ഈസ് 1600, effective depth is 350 mm, thickness of flange is 100 mm and the width of web is 250 mm. Use M20 and FE 500. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ മാക്സിമം ഇവിടെ എത്ര ഏരിയ ഓഫ് സ്റ്റീൽ വരെ കൊടുക്കും. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീലും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഗിവൺ ഡേറ്റാസ് നോക്കാം. ഫ്ലാഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് 1600 mm ആണ്. ദാറ്റ് ഈസ് ബി എഫ്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 350 mm. ദാറ്റ് ഈസ് സ്മോൾ ഡി. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ഡി എഫ് തന്നിട്ടുള്ളത് 100 mm. ദെൻ ദ വിഡ്ത്ത് ഓഫ് വെബ് ഈസ് 250 mm ആൻഡ് M20 അതുപോലെ തന്നെ FE 500 ഗ്രേഡുമാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. ഇവിടെ ഗിവൺ ഡേറ്റാസ് എല്ലാം എടുത്ത് എഴുതുമ്പോൾ ബി എഫ് 1600, ഡി എഫ് 100, എഫ് സി കെ 20 Nm², സ്മോൾ ഡി is 350, ബി ഡബ്ല്യു is 250 ആൻഡ് എഫ് വൈ is 500 Nm². ആദ്യം തന്നെ ഇവിടുത്തെ ലിമിറ്റിംഗ്
ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കണം. കാരണം നമ്മളോട് ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ളത് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീലുമാണ്. അതായത് മാക്സിമം ഇവിടെ എത്ര മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് വരുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്, അതായത് XU മാക്സിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം FU 500 ആണെങ്കിൽ XU മാക്സ് ബൈ ഡിയുടെ വാല്യൂ പേജ് 70 നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്നത് 0.46 ആണ്. ഇതിൽ നിന്ന് XU മാക്സ് എന്ന് പറയുന്നത് 0.46 ഇൻറ്റു ഡി ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.46 ഇൻറ്റു 350, ദാറ്റ് ഈസ് 161 കിട്ടും. ഇനി നെക്സ്റ്റ് ഇവിടുത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക, ദാറ്റ് ഈസ് DF ബൈ ഡി. ആ ഒരു റേഷ്യോ ചെക്ക് ചെയ്ത് നോക്കുക, ദാറ്റ് ഈസ് DF ബൈ ഡി ഈസ് ഈക്വൽ ടു 100 ബൈ 350. 100 ബൈ 350 ചെയ്യുമ്പോൾ 0.28 ആണ്, ഈസ് ഗ്രേറ്റർ ദാൻ 0.2 ആണ്. ആ കണ്ടീഷനാണ് കിട്ടുന്നത്. DF ബൈ ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0.2 വരുന്ന കണ്ടീഷനിൽ YFന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.15 XU max പ്ലസ് 0.65 DF ചെയ്യുമ്പോൾ വി ഗെറ്റ് 89.15 ആണ്. അത് DFനേക്കാളും ചെറുതാണ്. ഇനി ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ കോഡിൽ തന്നെ പറയുന്നുണ്ട് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് MU ലിമിറ്റ് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 0.36 XU max by D into 1 minus 0.42 XU max by D into FCK BW into D square plus 0.45 into FCK into BF minus BW into YF into D minus YF by 2. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാനുള്ള കാരണം ഇവിടെ നമ്മൾ മാക്സിമം ആണ് കണ്ടുപിടിക്കുന്നത്. സോ മാക്സിമം മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓവർ ഇൻഫോഴ്സ്ഡ് ബീമാണ് XU മാക്സിന്റെ വാല്യൂ എക്സിനേക്കാളൊക്കെ ഗ്രേറ്റർ ആവുന്നത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനാണ് കോഡ് പറയുന്നത്. അപ്പം ഈ ഇക്വേഷനിലോട്ട് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 412.66 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. നെക്സ്റ്റ് ഇവിടുത്തെ ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീൽ AST ലിമിറ്റ് കണ്ടുപിടിക്കണം. AST ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ടോട്ടൽ കംപ്രഷൻ ഈക്വൽ ടു ടോട്ടൽ ടെൻഷൻ ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ XUന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെ, പക്ഷെ ഇവിടെ XUന് പകരം XU മാക്സ് ആണ് നമുക്ക് അറിയാവുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0.36 FCK BW into XU max plus 0.45 FCK BF minus BW into YF is equal to 0.87 FY AST ലിമിറ്റ്. ഈ ഇക്വേഷനിലോട്ട് 0.36 into FCK 20, BW 250, XU max 161, 0.45 FCK 20, BF is 1600, BW is 250, YF എന്ന് പറയുന്നത് 89.15, 0.87 into 415 into AST ലിമിറ്റ്. ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 3156.25 mm² ആണ്. സോ ഇങ്ങനെയാണ് ലിമിറ്റിംഗ് ഏരിയ ഓഫ് സ്റ്റീലും ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്. അപ്പം തേർഡ് മൊഡ്യൂളിൽ ആദ്യം പഠിച്ചത് ഒരു സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിന്റെ ഡിസൈൻ ആയിരുന്നു. അതുപോലെ തന്നെ സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിലെ സിംപ്ലി സപ്പോർട്ടഡ് ബീമും പഠിച്ചു. പിന്നെ വരുന്നത് കാന്റിലീവർ ബീമാണ്. ദെൻ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീമിന്റെ അനാലിസിസും അവിടുത്തെ ഏരിയ ഓഫ് സ്റ്റീലും ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ട്. ദെൻ പഠിച്ചതാണ് ഡിസൈൻ ഫോർ ടോർഷൻ, അതായത് ടോർഷൻ മൊമെന്റ് വരുമ്പോൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ പഠിച്ചതാണ് ടി ബീംസ് എന്ന് പറയുന്ന സെക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പം ഇത്രയും പഠിപ്പിച്ച പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ മൊഡ്യൂളിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന മൊഡ്യൂൾസിറ്റിയൊക്കെ വീഡിയോസ് കാണണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.